ലോകപ്രശസ്ത സംഗീതജ്ഞനായ ബീതോവന്റെ കഥ അറിയാം. 1770 ജർമ്മനിയിലെ ബോണിൽ ജനിച്ച ലുഡ്വിഗ് വാൻ ബീതോവൻ സംഗീതം തന്നെ ആയിരുന്നു ബാല്യകാലം മുതൽ. പിതാവ് കഠിനമായി പരിശീലിപ്പിച്ചെങ്കിലും ബീതോവന്റെ ഉള്ളിൽ ജ്വലിച്ചിരുന്നത് ശുദ്ധസംഗീതത്തിന്റെ തീയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ആധുനിക സംഗീതത്തിന് പുതിയ വഴികൾ തുറന്നു നൽകിയവയായിരുന്നു. പക്ഷേ അതേ സമയത്താണ് തത്സമയം ഗതി മാറിയത്. ബീതോവന്റെ കേൾവി ചുരുങ്ങിത്തുടങ്ങുകയായിരുന്നു. സംഗീതജ്ഞൻ എന്ന നിലയിൽ അത് മഹാവിപത്തായിരുന്നു. ദുഃഖം കൊണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ കത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ആത്മഹത്യ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്റെ കല എന്നെ കാക്കുകയായിരുന്നു. ബീറ്റോവൻ പോരാടി. കേൾക്കാനാകാതെ പോയാലും അദ്ദേഹത്തിന് സംഗീതം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഫിഫ്ത് സിംഫണിയും മൂൺലൈറ്റ് സൊനാറ്റയും പൂർണ്ണമായും ബുദ്ധിമുട്ടുകൾക്കിടയിൽ സൃഷ്ടിച്ച 9ാം സിംഫണിയും ജനിച്ചത്. അദ്ദേഹം ക്ലാസിക്കൽ സംഗീതത്തിന്റെ നിയന്ത്രണങ്ങൾ തകർക്കുകയും മാനവ ആത്മാവിന്റെ മുഴുവൻ വികാരങ്ങളും സംഗീതത്തിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. വിവാഹം കഴിക്കാനോ സാധാരണ ജീവിതം നയിക്കാനോ ബീതോവൻ ശ്രമിച്ചില്ല. എന്നാൽ അദ്ദേഹം ഇനിയും ലോകം കേൾക്കുന്ന സംഗീതം സമ്മാനിച്ചു. 1827 ബീറ്റോവൻ അന്തരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും ജീവിച്ചിരിക്കുന്നു, മനുഷ്യന്റെ ആത്മശക്തിയുടെ ചിറകിൽ ഉയർന്നുകൊണ്ടുള്ള ഒരു ശബ്ദം. ബീതോവൻ അദ്ദേഹം സംഗീതത്തിന്റെ രാജാവായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബീതോവന്റെ സിംഫണി കമന്റ് ചെയ്യൂ.